ഇന്ന് നമുക്ക് ഒരു നല്ല അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. മുളകാ ബജ്ജി. അതിന് വേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ ഒരു 7-8 മുളക്, ഇങ്ങനത്തെ മുളക് എടുത്തിട്ടുണ്ട്. ഇനി കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 1/4 സ്പൂൺ കായപ്പൊടി ഇടണം. പിന്നെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി. ഇത്ര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട്, ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് കട്ടിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന്, അത് നമുക്ക് എന്തോരം ആവശ്യമുണ്ടോ അത്ര ഉപ്പ്. നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സാക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കണം. ശകലം കൂടെ വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ആകാൻ പാടില്ല. ഇനി ഒരു സ്പൂൺ നമുക്ക് കൊടുക്കാം. ഈ പാകത്തിന് നമ്മൾ ഈ മാവ് കലക്കി വയ്ക്കണം. ഇതിലേക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇത് സൈഡിൽ മൂടി വയ്ക്കാം. ഇതവിടെ ഇരിക്കട്ടെ, 10 മിനിറ്റ് ഈ മാവ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ഒരു 3 സവാള എടുത്തിട്ട് ചെറുതായിട്ട് അരിയണം. പിന്നെ ഒരു ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കണം. പിന്നെ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിനകത്തെ വിത്ത് നമ്മളിങ്ങനെ എടുത്ത് കളയണം, കാരണം അല്ലെങ്കിൽ നല്ല എരിവായിരിക്കും. മുറിച്ച് ഈ വിത്തിങ്ങനെ കളഞ്ഞിട്ട് ഇങ്ങനെ വയ്ക്കണം. എല്ലാ മുളകും നമുക്കിങ്ങനെ കളഞ്ഞ് വയ്ക്കാം. ഇപ്പം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ വിത്തെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന മുളകെടുത്ത് ഈ മാവിൽ നല്ല ഇങ്ങനെ മുക്കിയിട്ട് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ ഇടാം. അടുത്തത് ഇങ്ങനെ മുക്കി അങ്ങനെ എണ്ണയിടാം. നല്ല മൊരിഞ്ഞ് വരുന്ന വരെ എണ്ണ കിടക്കട്ടെ. കുറച്ച് ചെറിയ വെള്ളം ഒഴിഞ്ഞിട്ട് മാറി നിന്ന് നമ്മൾ തിരിച്ചിട്ട് ഈ സൈഡ് നമ്മളിതുപോലെ മൊരിച്ചെടുക്കണം. ഇപ്പോൾ 2 സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇനി കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത്, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇടണം. പിന്നെ ക്യാരറ്റ്, ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇടണം. എന്നിട്ട് ശകലം ഉപ്പ്, ഒരു 1/4 സ്പൂൺ ഉപ്പിട്ടാൽ മതി. പിന്നെ അതിലേക്ക് ഇത്തിരി നാരങ്ങാനീരും പിഴിഞ്ഞൊഴിക്കണം. ഒരു 1/2 സ്പൂൺ നാരങ്ങാനീര്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് നല്ല മിക്സ് ആക്കണം. ആദ്യം മുറിച്ച് വെച്ച് ആ വരയെ കൂടെ ഒന്ന് മുറിച്ചെടുക്കുക.
അതിനുശേഷം ഇതിങ്ങനെ തുറന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ച ഈ കൂട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ നിറയ്ക്കണം. ഫുള്ള് നല്ലതായിട്ട് ഇങ്ങനെ നിറച്ചതിന് ശേഷം ഒരു ഡ്രോപ്പ് നാരങ്ങാനീര് ഒന്ന് ഒറ്റിക്കുക. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഫില്ലിങ് നമ്മളിതിനകത്തേക്ക് നിറയ്ക്കുക. കുറച്ച് നാരങ്ങാനീര് നമുക്കിതേപോലെ എല്ലാത്തിനും നമുക്കിതേപോലെ തന്നെ മറയ്ക്കാം. നമ്മുടെ ഇത് മുളകാ ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റിയായ മുളകാ ബജ്ജി റെഡി.